ഇത് മായ. ഭേദചിന്തയും രാഗദ്വേഷവും മായ. അവയെ അകറ്റൂ. ഭേദദൃഷ്ടിരവിദ്യ. അവിദ്യ എന്ന് പറയുന്നത് ഈ ഭേദദൃഷ്ടിയാണ്. അത് അകറ്റുമ്പോൾ സ്വയം നിങ്ങളതായിത്തീരും. നിങ്ങളതിനെ അറിയാൻ പോകണ്ട. നിങ്ങൾ ആനന്ദസ്വരൂപമായ ബോധമായി ഉള്ളിലും പുറത്തും വികസിക്കുന്നു. ഇതാണ് വേദാന്തത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം. അതിന് ഞാനിതെടുത്തു പറയുന്നത് അപ്പം നമുക്കൊന്നും ഇത് പറ്റില്ല. നമുക്കെല്ലാവരും ആർക്കാ പറ്റുക? നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇത് പറ്റാൻ പോകുന്നത്? ഇത്രയേ വേണ്ടൂ. അത് ചെയ്യാൻ ആർക്കും മനസ്സില്ല. ഇവിടെ കിടന്ന് ഈ രാഗദ്വേഷങ്ങളിൽ പുഴുക്കളെ പോലെ പെടയുക. എവിടെ നോക്കിയാലും ഏത് ഗംഭീരനും കിടന്ന് പെടയുകയാണ്. വാസ്തവത്തിൽ ഈ സത്യം ഉറപ്പുവന്ന ഒരാൾക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ചിരിയും സഹതാപവും തോന്നും. പാവങ്ങൾ. വാസിഷ്ഠം പറയുന്നത് വിചാരം കൊണ്ട് സത്യം ഉറപ്പുവന്ന ആൾക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോട് പോലും അനുകമ്പ തോന്നുമെന്നാണ്. എന്താ കാര്യം? പാവങ്ങൾ ഒരാളെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് രാപകൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനെ സൃഷ്ടിക്കുക? ഇവിടെ അങ്ങനെ സൃഷ്ടിക്കാനൊന്നുമില്ലേ. ആകെ ഒരു വസ്തുവേ ഉള്ളൂ. അങ്ങനെ അവർ കിടന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി പെടയുമ്പോൾ ഈ സത്യം കണ്ട മഹാത്മാവിന് അനുകമ്പ്യാഭവന്ധ്യത്തെ ബ്രഹ്മ വിഷ്ണു ഇന്ദ്ര ശങ്കരാഹ. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ, ശങ്കരൻ ഇവരോടൊക്കെ പോലും പാവങ്ങൾ കഷ്ടം. സത്യമറിയാതെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഒരു പ്രയോജനവുമില്ല. ബ്രഹ്മാവ് ഇത്രകാലവും സൃഷ്ടിച്ചു, ശിവൻ സംഹരിച്ചു. ഇവിടെ ആർക്കെന്താ പ്രയോജനം? അവർക്കും വല്ല പ്രയോജനമുണ്ടോ? സൃഷ്ടിച്ചതൊക്കെ കുറെ കഴിയുമ്പോൾ സംഹരിക്കണം, പിന്നെയും സൃഷ്ടിക്കണം. ഇതെന്തൊരു ഏർപ്പാടിത്! ഇത് വെറും ഒരു ഇന്ദ്രജാലം. ഗുരുദേവൻ പറയുമ്പോൾ മഹേന്ദ്ര ജാലമെല്ലാം. അതുകൊണ്ട് അറിവത് ധർമ്മിയല്ല, ധർമ്മമാം. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ കാണുന്നതൊക്കെ വെറും ധർമ്മം ഇല്ലാത്ത കാഴ്ചകൾ. ധർമ്മം എന്ന് വെച്ചാൽ നാമരൂപങ്ങൾ ഇല്ലാത്ത കാഴ്ചകൾ. അതിന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ആണ് നാരദൻ സനത്കുമാരന്റെ അടുത്ത് ചെന്ന് താൻ പഠിച്ചിട്ടുള്ള വിദ്യകളൊക്കെ സനത്കുമാരന്റെ മുമ്പിൽ നിരത്തിവെച്ചു. പക്ഷെ സത്യമെന്തെന്ന് പിടികിട്ടിയിട്ടില്ല. ഛാന്തോക്യ ഉപനിഷത്ത് 7-ാം അധ്യായം വായിച്ചു നോക്കുക. സനത്കുമാർ നീ പറയുന്നത് നീ ഇതുവരെ പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ, നാമങ്ങൾ, അതിൽ കവിഞ്ഞ് നിനക്കൊന്നും പിടികിട്ടിയില്ല എന്നാണ്. എന്നിട്ട് സത്യം ഉപദേശിക്കുകയാണ്. അറിവത് ധർമ്മിയല്ല ധർമ്മമാം. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. ധർമ്മിയെ അറിഞ്ഞു കഴിഞ്ഞാലോ ഈ ധർമ്മമില്ല. ധർമ്മം എന്നൊരു പുതിയ വസ്തുവില്ല. അതുകൊണ്ട് ധര മുതലായവ ഒന്നുമില്ല. അടുത്ത വരികയാണ് ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ. എന്താ സൂര്യൻ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, വേദാന്തിക്ക് ഒരു സംശയവുമില്ല. സൂര്യൻ ബോധം. അതിൽ ഒരു രൂപം, ഒരു പേരും രൂപവും വസ്തുവിനെ മാറ്റിമറിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ബോധമില്ലേ സൂര്യനില്ല, സ്വർണമില്ലേ വളയില്ല. വളയെന്ന രൂപവും വളയെന്ന പേരും സ്വർണത്തെ ലേശം പോലും മാറ്റിമറിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സ്വർണം ഉണ്ടോ വളയുണ്ട്, സ്വർണമില്ലേ വള ഇല്ല. അതുപോലാണ്. അപ്പോ സത്യം കണ്ടയാളിന് ഇവിടെ നിന്നും ഒരു സംശയവുമില്ല. ധര മുതലായവ നോക്കണേ. അടുത്ത അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കാണുന്നതൊക്കെ വെറും ധർമ്മം, അല്ലാതെ ധർമ്മിയല്ല കാണുന്നത്. ധർമ്മിയെ കണ്ടാലോ? ധർമ്മിയെ ഒരാൾ കണ്ടു എന്നിരിക്കട്ടെ, അദ്ദേഹം ധർമ്മത്തെ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ ധർമ്മിയല്ലാതെ ധർമ്മം ഇല്ല. ഇല്ലാത്തതിനെ എന്ത് കാണാൻ? വളയെ വേണമെങ്കിൽ കണ്ടോളൂ. വള എന്നൊരു വസ്തു ഇല്ല എന്ന് അറിഞ്ഞോളൂ. അല്ലാതെ ഏത് വള? സ്വർണമല്ലേ ഉള്ളൂ. ധര മുതലായവ ഒന്നുമില്ല. വള മുതലായ ഒരാഭരണവുമില്ല. പിന്നെന്താ?
താങ്ങുന്നൊരു സ്വർണമേ ഉള്ളൂ എന്ന് പറയും പോലെ താങ്ങുന്നൊരു വടിവാം അറിവ്, ഇവയൊക്കെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന അറിവ്, ബോധം, അഖണ്ഡ ബോധം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭൂമിയുമില്ല, സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, ഒന്നുമില്ല. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലോ സാറേ, ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ശരി, കണ്ടോളൂ എന്ന് കാണാൻ തുടങ്ങി. അതൊരു 10-35 കൊല്ലമായി. അതിന് എന്നുവരെ കാണും? ഇനിയൊരു 10-25 കൊല്ലം കൂടെ കാണും. പിന്നീടോ തീർന്നു. അതിനിടയ്ക്കൊന്ന് ചിന്തിക്കാൻ പോലും വയ്യ. ആദിയിലുണ്ടായിരുന്നോ? ഇല്ല. അവസാനം ഇല്ലാതാകും. ആദിയിലും അവസാനവും ഇല്ലാതാകുന്നത് ഇടയ്ക്കും ഇല്ല തന്നെ. ഇതാണ് യുക്തി. നേരെ മറിച്ച് ഉള്ളതാണോ? നേരത്തെ ഉള്ളതായിരിക്കും, ഒടുവിലില്ലാതാവുകയുമില്ല. അതാണുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോധവും അങ്ങനെയാണല്ലോ സാർ. ജനിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, മരിക്കുമ്പോൾ ഇല്ലാതാകുന്നു. അതെ, അല്പം പോലും ബോധമെന്തെന്ന് പിന്തുടർന്ന് അന്വേഷിക്കാത്ത ഒരാളിന്റെ ചോദ്യമാണ്. രാഗദ്വേഷം അകറ്റി ബോധം എന്താണെന്നൊന്ന് അന്വേഷിക്കൂ. ഞാനെന്ന് പറയുന്ന ബോധം നേരത്തെ ഇല്ലായിരുന്നോ? ഇനി ഇല്ലാതാകുമോ എന്നപ്പ വെളിപ്പെടും. അജോ നിത്യശാശ്വതോ എം പുരാണോ. അർജുന, ഈ ജനങ്ങളിൽ കാണുന്ന ദേഹം പോകും, പക്ഷെ ദേഹി അജോ നിത്യ, ജനിക്കാത്തതാണ്. നിത്യ ശാശ്വത പുരാണ, പണ്ടേ ഉണ്ട്. അജോ നിത്യശാശ്വതോ എം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം ഇല്ലാതാകുന്നു എന്ന് വെച്ച് ആ ബോധമില്ലാതാകുന്നില്ല. എന്താ തെളിവ്? അതിന് മാറ്റമില്ല. ജനിച്ചപ്പോൾ മുതൽ ഞാൻ, മരിക്കുമ്പോഴും അതേ ഞാൻ. ജനിച്ച ഞാനല്ല മരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? മാറ്റമില്ലാത്ത വസ്തു ജനിക്കില്ല, മരിക്കില്ല. മാറ്റമില്ലെന്ന് ജീവിതം കൊണ്ട് തന്നെ തെളിയുന്നു. ഒരേ ഞാൻ ജനിച്ചു, ഒരേ ഞാൻ ഇതാ മരിക്കാൻ പോകുന്നു. അപ്പൊ ജനിച്ചതും മരിച്ചതും ഒന്നും ഞാനല്ല, നാമരൂപങ്ങൾ വിട്ടുപോയി, അത്രയേ ഉള്ളൂ. എന്താ? എനിക്ക് മാറ്റമില്ല. ഞാൻ ഒരിക്കലും മാറുന്നതായി അനുഭവിക്കുന്നില്ല. ഇതാണ്. അതുകൊണ്ട് ഞാൻ സത്യം, മറ്റൊക്കെ അസത്യം. അറിവത് ധർമ്മിയല്ല. ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അതുകൊണ്ടെന്താ? ധരമുതലായവ ഒന്നുമില്ല. ഈ വെളിച്ചെമ്പഴന്തിയിൽ ജനിച്ച ഗുരുദേവൻ ഇപ്പൊന്ന് പറയാണ്, നമ്മോട് പറയുക, തീർത്ത് പറയല്ലേ. അവിടെ എന്താ വല്ല സംശയമുണ്ടോ? ധരമുതലായവ ഒന്നുമില്ല. ധരമുതലായവ എന്ന് വെച്ചാൽ സൂര്യചന്ദ്രന്മാരുൾപ്പെടെ ഒന്നുമില്ല ഇവിടെ. ധരമുതലായവ ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഇവയൊക്കെ താങ്ങുന്നൊരു വടിവാൻ വ്യക്തമായി പ്രകാശിക്കുന്ന, ഞാനുണ്ടെന്ന് ഇപ്പൊ തന്നെ പ്രകാശിക്കുന്നു. നിങ്ങളതിനെ ഒന്ന് മറമാറ്റി തെളിച്ചെടുക്കൂ. അങ്ങനെ താങ്ങുന്നൊരു വടിവാം അറിവ്, ബോധം, അതാണുള്ളത്. താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടണം. അത് നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കൂ. ധരമുതലായവ ഒന്നുമില്ല. ധർമ്മിയെ കണ്ടു കഴിഞ്ഞാൽ ധർമ്മമില്ലേ ഇല്ല. ധർമ്മിയെ കാണുന്നതുവരെ ധർമ്മത്തിന്റെ രഹസ്യം പിടികിട്ടുകയുമില്ല. കയറിൽ പാമ്പിനെ കാണുന്നവൻ കയറിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പില്ല. കയറിനെ കാണുന്നത് വരെ ആ പാമ്പിന്റെ രഹസ്യം അവനൊട്ട് പിടികിട്ടുകയുമില്ല. ഇതാണ് അത്ഭുതകരമായ സത്യം. അതുകൊണ്ട് കയറിനെ കണ്ടു കഴിഞ്ഞാലോ പാമ്പുമില്ല, അതിന്റെ പത്തിയുമില്ല, ഒന്നുമില്ല. ധരമുതലായവ ഒന്നുമില്ല. പിന്നെയോ അതിന്റെ പത്തിയും വാലും ഒക്കെ ഒരേ ഒരു കയറ്.
അല്ലാതെ മറ്റൊന്നുമില്ല. ധരമുതലായവയൊന്നുമില്ല. താങ്ങുന്നൊരു വടിവാം, വ്യക്തമായി അനുഭവിക്കുന്ന വടിവാം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായി കാണുന്ന അറിവ്, ബോധം മാത്രമാണ് ഉള്ളത്. താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. ഗുരുദേവൻ ആവർത്തിച്ച് പറയുന്നത് ഇത് ഓർത്തിടേണം, ഇത് ചിന്തിക്കണം. അല്ല ചുമ്മാ ഇരുന്നിങ്ങനെ ഇരുന്ന ഇതൊന്നും പിടിയിട്ടില്ല. ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കണം ഇതിനുണ്ടാകാൻ പറ്റുമോ എന്ന്. അറിവോ? അപ്പോഴാണ് ഒരു ചോദ്യം. അപ്പം പിന്നെ എന്തിനാ ഈ ഭ്രമത്തിന്റെ ഒക്കെ ആവശ്യം? ധരമുതലായവ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല, തീർച്ച. പിന്നെ എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല, സാരമില്ല, അങ്ങനെ പരിഭ്രമിക്കാനൊന്നുമില്ല. നമ്മൾ 2 പദ്യം എടുത്തു, ബാക്കി ഇനി നാളെ എല്ലാ ദിവസവും 5:30 മുതൽ 6:30 വരെ ഇവിടെ ഇതുണ്ടാകും. പത്രത്തിലൊക്കെ സമയം തെറ്റിച്ചിട്ടാലും ഈ സമയം ഓർമ്മിക്കുക. അത്ഭുതകരമായ സത്യം. ഇത് നമുക്ക് പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഗുരുദേവന്റെ വാക്കുകളിലൊക്കെ കേട്ടുവെച്ചാൽ തന്നെ അത്ഭുതകരമായ ഒരു ഉറപ്പും നിർഭയതയും ഒക്കെ ജീവിതത്തിന് വന്നു ചേരും. അനുഭവിക്കാനും ശ്രമിക്കുക. അനുഭവിക്കാൻ വേറെ പ്രയാസമൊന്നുമില്ല. കാണുന്നതൊക്കെ ഒരേ ഈശ്വരതത്വം എന്ന് ഓർമ്മിച്ച് മനസ്സിന്റെ മാലിന്യങ്ങൾ, രാഗദ്വേഷങ്ങൾ അകറ്റുക. അതേ ഉള്ളൂ പ്രധാനമായി ചെയ്യേണ്ടത്. മറ്റതെന്ത് വേണോ ചെയ്യാം. മറ്റെന്ത് ചെയ്താലും ഈ ഭേദചിന്തയും രാഗദ്വേഷവും അകന്നില്ലെങ്കിൽ ഈ സത്യം തെളിയില്ല. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.